ഹായ് ഫ്രണ്ട്സ്, എൻ്റെ സോളോ റൈഡിൻ്റെ 4ാമത്തെ സംസ്ഥാനത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. തെലുങ്കാന സംസ്ഥാനത്തിലൂടെയാണ് ഇന്ന് കൂടുതലുമായിട്ടുള്ള യാത്ര. തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഹൈദരാബാദ്. ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ അമരാവതിയുമാണ്. അമരാവതി തലസ്ഥാനമാക്കി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ പണിയൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ട് സംസ്ഥാനങ്ങളും ഇപ്പോൾ ഹൈദരാബാദ് തന്നെയാണ് ക്യാപിറ്റലായി കൊണ്ടു നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നോക്കാത്ത ദൂരത്ത് പാടശേഖരങ്ങൾ കൊയ്ത്തു കഴിഞ്ഞ് ഉഴുതുമറിച്ചിട്ട് ഇരിക്കുകയാണ്. അടുത്ത പൂവലിനുള്ള കൃഷിക്ക് വേണ്ടിയാണ്. മഴ പെയ്താൽ ഉടൻ തന്നെ കൃഷി ഇറക്കുന്നതിന് വേണ്ടി നിലമൊരുക്കി ഇട്ടിരിക്കുന്നത് നമുക്ക് വഴിനീളെ കാണാം. അതിൽ ആട്ടിൻകൂട്ടങ്ങളും കന്നുകാലികളും മേഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് തീറ്റ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് രാവിലെ വിജയവാഡയിൽ നിന്നും 7 മണിയോടെ ഞാൻ യാത്ര ആരംഭിച്ചു. വൈകിട്ട് 4 മണിയോടെ ഹൈദരാബാദിലെത്തി. അവിടെ നിന്ന് സെക്കന്ദരാബാദിൽ റൂമെടുത്തു. വഴിയിൽ നമ്മൾ യാത്രയിൽ പല കാര്യങ്ങളും കാണാം. ഇന്നിപ്പോൾ ഇതിലെ വരുമ്പോൾ ഒരു ആ ട്രാക്ടറിൽ നിറച്ച് ലഗേജാണ്. ആ ലഗേജ് എനിക്ക് തോന്നുന്നു അത് വലുതായിട്ട് അടച്ച് കെട്ടിവെച്ചേക്കാണ്. ഇവിടെ കാലിവളർത്തലുള്ള കാരണം ഇവിടുത്തെ പല പാടശേഖരങ്ങളുടെ സൈഡുകളിലും ഗ്രാമങ്ങളുടെ സൈഡുകളിലുമെല്ലാം ഈ വൈക്കോല് ക്രഷ് ചെയ്യാനുള്ള മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രഷ് ചെയ്ത വൈക്കോലാണ് ഈ കെട്ടി കൊണ്ടുപോകുന്നത് ഈ കാലികൾക്ക് കൊടുക്കാൻ തീറ്റയായി എന്നാണ് തോന്നുന്നത്. ഈ ട്രാക്ടർ നിറച്ച് അതാണ് പോകുന്നത്. ഹൈദരാബാദിൽ നിന്ന് സെക്കന്ദരാബാദിലേക്ക് 6 കിലോമീറ്റർ ഉള്ളൂ. റൂം എടുത്തതിന് ശേഷം വീണ്ടും ലഗേജ് എല്ലാം റൂമിൽ വെച്ച് അവിടെ നിന്ന് നേരെ ഹൈദരാബാദിൽ ചാർമിനാർ കാണാനാണ് പോയത്. രാത്രിയായ കാരണം ചാർമിനാർ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ലൈറ്റിൻ്റെ ശോഭയിലാണ് നിൽപ്പ്. ചാർമിനാറിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1591 പണി കഴിപ്പിച്ച ഈ 4 പില്ലർമേൽ നിൽക്കുന്ന സ്ക്വയർ ആകൃതിയിലുള്ള ഒരു നിർമ്മിതിയാണിത്. സുൽത്താൻ മുഹമ്മദ് കുലി കുത്തബ് ഷാ രാജാവാണ് ഇതിൻ്റെ നിർമ്മാണം കഴിപ്പിച്ചിരിക്കുന്നത്. രാജാവിൻ്റെ ഭാര്യ ബഗ്മതിയുടെ നാമധേയത്തിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ബഗ്മതി ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു. പിന്നീട് മതം മാറ്റി ഇസ്ലാം മതം സ്വീകരിച്ച് ഹൈദർ മഹൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പേരിൽ നിന്നാണ് ഹൈദരാബാദ് എന്ന നാമം വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ സിറ്റിക്ക് 400 കൊല്ലം പഴക്കം ഉണ്ടെന്ന് പറയപ്പെടുന്നു. നഗരത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ചാർമിനാർ മാറി. ഇതിനു ചുറ്റുമാണ് ഹൈദരാബാദ് സിറ്റി രാജാവ് നിർമ്മിച്ചിരിക്കുന്നത്. വജ്രങ്ങളുടെയും മുത്തുകളുടെയും പ്രധാന വ്യാപാര കേന്ദ്രമായി മാറി. സംസ്കാരത്തിൻ്റെ കേന്ദ്രമായും ഹൈദരാബാദ് മാറി. ഹൈദരാബാദിനെ പേൾ സിറ്റി എന്നും പറയപ്പെടുന്നുണ്ട്. മുഗൾ ഭരണത്തിൻ്റെ ഒരു ചെറിയ കാലയളവിന് ശേഷം 1724 ഹൈദരാബാദിൻ്റെ ആദ്യ നിസാം നഗരം കീഴടക്കി. പിന്നീട് നിസാമുകൾ ബ്രിട്ടീഷുകാരുമായി ഒരു അനുബന്ധ സഖ്യത്തിലേർപ്പെട്ട് ഒപ്പുവെച്ചു. അവരുടെ പ്രദേശം ഹൈദരാബാദ് സംസ്ഥാനമായി മാറി. ഏറ്റവും വലിയ രാജ്യമായി ഹൈദരാബാദ് നഗരം അങ്ങനെ വളർന്നു. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം പുതുതായി രൂപീകരിച്ച രാഷ്ട്രത്തിലേക്ക് തൻ്റെ സംസ്ഥാനം കൂട്ടിച്ചേർക്കാൻ നിസാം ആഗ്രഹിച്ചിരുന്നില്ല. 1948 ഇന്ത്യൻ സൈന്യം ഹൈദരാബാദ് പിടിച്ചെടുത്തു എന്നൊരു ചരിത്രവും കൂടിയുണ്ട് ഈ സിറ്റിക്ക്. ചാർമിനാറിന് ചുറ്റും തെരുവ് കച്ചവടക്കാരുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് പോലും സുഖമായി സഞ്ചരിക്കാൻ സാധിക്കാത്ത അത്ര തിരക്കാണ്. നഗരത്തിൻ്റെ പ്രധാന പള്ളിയായ മക്ക മസ്ജിദ് ചാർമിനാറിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചതുരാകൃതിയിലുള്ള ചാർമിനാർ ഓരോ വശവും 20 മീറ്റർ വീതിയിലാണ് നിർമ്മാണം. 56 മീറ്റർ ഉയരമുള്ള 4 മിനാരങ്ങളും മിനാരങ്ങൾക്കുള്ളിൽ 149 പടവുകളുമുണ്ട്.
ചാർമിനാർ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സന്ദർശകർക്ക് തുറന്നു കൊടുക്കാറുണ്ട്. ചാർമിനാറിന് കീഴെ ഭാഗ്യലക്ഷ്മി ക്ഷേത്രം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ചാർമിനാർ നിയന്ത്രിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം നിലവിൽ തർക്കത്തിലാണെങ്കിലും വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് 1960കളിലാണ്. ചാർമിനാറിന് 433 കൊല്ലം പഴക്കമുണ്ട്. മുകൾ നിലയിൽ ഒരു മസ്ജിദ് പ്രവർത്തിക്കുന്നുമുണ്ട്. ഹൈദരാബാദിൻ്റെ ഫേമസ് ഡിഷാണ് ഹൈദരാബാദി ബിരിയാണി. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ വിഭവങ്ങളിലൊന്നാണ് ഈ ബിരിയാണി. നഗരത്തിൻ്റെ പര്യായമാറി ഈ വിഭവം കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ചാർമിനാറിൻ്റെ അടുത്ത് നിന്ന് ഈ സ്ട്രീറ്റിലൂടെ നല്ല ബിരിയാണി കട നോക്കി നടക്കുകയാണ്. എന്നോട് മദ്രാസിൽ നിന്നൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കടയുടെ പേര്. ആ കട തന്നെ കണ്ടെത്തി. ആ കടയുടെ ദൃശ്യങ്ങളും അതിൽ കടയിൽ ഭക്ഷണത്തിൻ്റെ ദൃശ്യങ്ങളുമാണ് ഈ കാണുന്നത്. ഹൈദരാബാദിലെ മക്ക മസ്ജിദ് പള്ളി വളരെ ചരിത്രപ്രസിദ്ധമായ മസ്ജിദാണ്. 10,000 പേർക്ക് ഇരിക്കാവുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ്. 17-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. സുൽത്താൻ മുഹമ്മദ് കുത്തബ് ഷായുടെ ഭരണകാലത്ത് തന്നെയാണ് പണി തുടങ്ങിയത്. പക്ഷേ 1693 മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ഇത് പണി പൂർത്തിയാക്കി. 2007 മെയ് 18 ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് മസ്ജിദിനുള്ളിൽ ബോംബ് സ്ഫോടനമുണ്ടായത്. 13 പേർ അന്ന് കൊല്ലപ്പെടുകയുമുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ആയുധധാരികളായ പോലീസുകാരുടെ കാവലിലാണ് പള്ളി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയരികിലെ ഒരു ദൃശ്യമാണിത്. റുമാൽ റൊട്ടി വഴിയരികിൽ ഉണ്ടാക്കി അത് പാഴ്സൽ മേടിക്കാൻ ഓട്ടോറിക്ഷയിലൊക്കെ വന്ന് ആൾക്കാർ പാഴ്സൽ മേടിച്ചു കൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ്. റുമാൽ റൊട്ടി ഉണ്ടാക്കുന്ന ഈ ദൃശ്യം സെക്കന്ദരാബാദ് താമസിച്ച ഈശ്വർ ലോഡ്ജാണ് ഇത്. വിജയവാഡയിൽ നിന്ന് വരുന്ന വഴി വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് എത്തിയത്. ഞാൻ വിജയവാഡയിൽ നിന്ന് വരുന്ന വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കടയുടെ ഫാമിലി ഭാര്യയും മക്കളെയൊക്കെ വിളിച്ച് എൻ്റെ ഒപ്പം നിർത്തി സെൽഫിയൊക്കെ എടുത്താണ് വളരെ സന്തോഷപൂരം
പറഞ്ഞു വിട്ടത്. എനിക്ക് ഈ യാത്രയെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഗ്ലൂക്കോസ് പൊടിയൊക്കെ ഫ്രീ ആയിട്ട് തന്ന് എന്നെ അവർ യാത്രയാക്കി. അതുപോലെ തന്നെ ചാർമിനാർ കാണാൻ പോകുന്ന വഴിയിൽ എൻ്റെ ഗൂഗിൾ മാപ്പിൽ ഞാൻ വെച്ച വഴിയിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ സഞ്ചരിക്കുന്നത് കണ്ട് എൻ്റെ ഒപ്പം തന്നെ റോഡിലെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയ ഒരു ബൈക്കുകാരൻ ഇത് കണ്ട് എൻ്റെ ഒപ്പം തന്നെ വന്ന് എനിക്ക് വഴി തിരിച്ച് കുറച്ച് ദൂരം തന്നെ വഴി കാണിച്ച് ആ സഹോദരനും തിരിച്ചുപോയി. ഇതാണ് മനുഷ്യ സ്നേഹം, മനുഷ്യൻ്റെ സംസ്കാരവും ഇതുതന്നെ. ഭാഷ ഒരു പ്രശ്നമേ അല്ല. ഇനിയുള്ള നാളുകളിൽ പലരും നമ്മുടെ സുഹൃത്തുക്കളായും വഴികാട്ടികളുമായും മറ്റും നമുക്ക് തുണയുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ യാത്ര തുടർന്നു പോകുന്നു. വിജയവാഡയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് നല്ല റോഡാണ്. NH 65 നമ്മുടെ യാത്ര. 280 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദിലേക്ക്. ഞാൻ വീട്ടിൽ നിന്ന് റൈഡ് ആരംഭിച്ച് ഇത്ര ദിവസമായെങ്കിലും റൈഡിൽ പകൽ വണ്ടി ഓടിക്കുമ്പോൾ വല്ലാതെ ഉറക്കം വരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇടയ്ക്കിടെ മുഖം കഴുകിയും റെസ്റ്റ് ചെയ്തുമാണ് ഈ യാത്ര. ഈ 65 ഈ യാത്ര ഈ ഹൈദരാബാദിലെത്തുമ്പോൾ NH 44 ചെന്നാണ് ചേരുന്നത്. ഈ NH 44 കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലെ ശ്രീനഗർ വരെ ഇന്ത്യയുടെ നടുക്കിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും ടച്ച് ചെയ്ത് നോർത്ത് സൗത്ത് കോറിഡോർ അറിയപ്പെടുന്നത്. നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പോൾ കൊച്ചിയിൽ നിന്ന് ആരംഭിക്കുന്ന NH 544 സേലത്ത് ചെന്ന് ഈ നോർത്ത് സൗത്ത് കോറിഡോറിലേക്ക് ചെന്ന് ചേരുന്നുണ്ട്. ഹൈദരാബാദിൽ നിന്ന് പിറ്റേന്ന് രാവിലെ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ പോയത് ഗോൾക്കൊണ്ട ഫോർട്ട് കാണാനാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഗോൾക്കൊണ്ട ഫോർട്ടിലേക്ക് 12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒരു കോട്ടയും തകർന്ന ഒരു നഗരവുമാണ് ഗോൾക്കൊണ്ട. 11-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം. സുൽത്താൻ കുലി ഇത് ഒരു കോട്ടയായി വികസിപ്പിച്ചു. ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിക്കുന്ന ഒരു കല്ലിൻ്റെ വലിയ നിർമ്മിതിയാണ് ഈ കോട്ട. അതിൻ്റെ 7 കിലോമീറ്റർ പുറം മതിൽ നഗരത്തെ വലയം ചെയ്ത് കിടക്കുന്നു. ഈ മതിലിൻ്റെ അവശേഷിപ്പുകളും അതിൽ കടക്കാനുള്ള വലിയ വാതിലുകളും കോട്ടവാതിലുകളൊക്കെ നമുക്ക് അതിൻ്റെ അവശേഷിപ്പുകളുമായി അവിടെ ഇവിടെയൊക്കെ കാണാം. 17-ാം നൂറ്റാണ്ടിൽ ഇവിടെ
പരുത്തി വ്യവസായത്തിൽ നിന്നും നെയ്ത്ത് വ്യവസായത്തിൽ നിന്നും പേര് കേട്ടതായിരുന്നു. കയറ്റുമതിക്കും വലിയ അളവിൽ ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു പോന്നു. വജ്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു നിലവറ തന്നെ കോട്ടയിലുണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. കൊല്ലൂരിനടുത്തുള്ള കൊല്ലൂർ ഖനി, ഗുണ്ടൂർ ജില്ലയിലെ ഗുണ്ടൂർ ജില്ല, കൃഷ്ണ ജില്ല എന്നിവിടങ്ങളിൽ കണ്ടെടുത്ത വജ്രങ്ങൾക്ക് ഗോൽക്കൊണ്ട പ്രശസ്തമാണ്. അക്കാലത്ത് ലോകത്തറിയപ്പെട്ടിരുന്ന ഒരേ ഒരു വജ്രഖനി ഇന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത്. വജ്രവ്യാപാരത്തിൻ്റെ വിപണി നഗരമായിരുന്നു ഗോൽക്കൊണ്ട. ഈ വജ്രവ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത് കോട്ടയ്ക്കകത്തുള്ള ഒരു പ്രദേശത്തായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഗോൽക്കൊണ്ട ഫോർട്ട് കണ്ട് തിരിച്ചു വരുമ്പോൾ വഴിയരികിൽ ഒരു കടയിൽ നിന്ന് ദോശ കഴിച്ചു. ആ കടക്കാരൻ്റെ ദോശ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്.